എൻ്റെ പേര് സ്മിത. ഞാൻ മലപ്പുറം ജില്ല പനമ്പള വെടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് രാജേഷ്. എൻ്റെ ഭർത്താവിന് ജോലിയെ സംബന്ധിച്ചാണ് ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഏപ്രിൽ 2023 ഏപ്രിൽ 10 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ ആദ്യമായി വെച്ചത് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയാണ്. ഭർത്താവ് ഒരു ഫോറസ്റ്റ് വാച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അത് തീർത്തും ജോലി അവർ ഉപേക്ഷിച്ച മട്ടായിരുന്നു. ഇനി ആ ജോലിയിൽ തുടരാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങളിവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം തന്നെ ജോലി ശരിയായി കിട്ടുകയും ആ ജോലിയിൽ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പിന്നെ എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യമാണ്. ഞാൻ ചുമയ്ക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയം യൂറിൻ പോകുന്നൊരവസ്ഥ. അത് ചില സമയത്ത് എനിക്കത് പിടിച്ച് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയം അനിയത്തിയായിട്ട് വർത്തമാനം പറഞ്ഞ് ചിരിച്ച സമയത്ത് എനിക്ക് വല്ലാതെ അത് യൂറിൻ പോവുകയും എനിക്ക് സങ്കടം വന്നു, ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. ഞാൻ കരയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വന്നു. മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിലുണ്ട്. അത് ഞാൻ അതിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് തിരി കത്തിച്ചേച്ച് ഉടമ്പടിത്തൈലം എടുത്ത് വയറിൽ പുരട്ടിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇപ്പം എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഈ രോഗം സൗഖ്യമാക്കി തരണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ കാര്യം മറന്നുപോയി. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് ഓർക്കുന്നത്. പിന്നെ അന്ന് തുടങ്ങി ഇന്നിപ്പം 6 മാസത്തോളമായി എനിക്കിത് ഈ കാര്യങ്ങളുണ്ടായിട്ട്. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മോള് 9ാം ക്ലാസ് വരെ പരീക്ഷയിൽ മാർക്ക് കിട്ടില്ല. അവൾ പഠിക്കും നല്ലതുപോലെ, പക്ഷേ പരീക്ഷയിൽ മാർക്കുണ്ടാവില്ല, ഓർമ്മ കിട്ടില്ല എഴുതാനായിട്ട്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവൾക്ക് SSLC ആയി കഴിഞ്ഞപ്പോൾ പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ സാധിച്ചു. 94% മാർക്കോടുകൂടി പാസ്സായി. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യമാണ്. അമ്മയ്ക്ക് 1.5 വർഷത്തോളമായിട്ട് അലർജിയാണ്. അലർജി വന്നു കഴിഞ്ഞാൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചെവി അടക്കം ചൊറിഞ്ഞ് പുകച്ചിൽ വരുന്ന പോലെ ഒരവസ്ഥയാണ്. അപ്പോൾ അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചു. ആ ഉടമ്പടിയിൽ വെച്ച പ്രാർത്ഥനയും മാതാവ് കേട്ടു. ഇന്ന് ഇത്രയും നാളായി 6 മാസം കഴിഞ്ഞു, ഇതുവരെ അമ്മയ്ക്ക് അലർജി ഉണ്ടായിട്ടില്ല. പിന്നെയുള്ളത് പല രോഗസൗഖ്യങ്ങളാണ്. ഉപ്പും തേനും ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കും. കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തിനകത്ത് ഉപ്പിട്ട് തേനും ഒരു തുള്ളി ഒഴിച്ചാണ് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കുന്നത്. ആ വെള്ളമാണ് ഞങ്ങളെല്ലാവരും കുടിക്കുന്നത്. അതോടുകൂടി വയറിലുള്ള അസ്വസ്ഥതകൾ, അങ്ങനെ പല രോഗസൗഖ്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ വായനയുണ്ട്. എന്നാൽ അത് വേണം വേണ്ട എന്നുള്ള രീതിയിൽ വായിക്കും, അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പം സ്ഥിരമായി ബൈബിൾ വായിക്കുവാനും കഴിയുന്ന സമയങ്ങളിൽ 3/4 ഭാഗം തന്നെ എനിക്ക് ബൈബിൾ വായിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ചില സമയങ്ങളിൽ വിട്ടു പോകുമെങ്കിലും എന്നാലും ഞാൻ എനിക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം അതിനായിട്ട് പരിശ്രമിക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഒത്തിരി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിലും പിള്ളേരാണെങ്കിലും പുറത്തോട്ട് പോകുമ്പോഴും ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ച് ഉപ്പും തേനും കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് പല കാര്യം, ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സമയത്തൊരു വായ്പ ചോദിച്ചാൽ പോലും കിട്ടാത്തൊരവസ്ഥ ഒരു മനുഷ്യനോട്, അതൊക്കെ ഇപ്പോൾ ഒത്തിരി മാറിക്കിട്ടി. അമ്മ മാതാവ് അതിനൊക്കെ ഉള്ളൊരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പല കാര്യങ്ങൾക്കും അവർ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്നും പല കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത്. ഒരു മോള് കാസർഗോഡാണ്, പക്ഷെ അവൾ എന്നും ഉപ്പും തേനും കഴിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന സമയമാണെങ്കിലും അവിടെ നിന്നാണെങ്കിലും നല്ലതുപോലെ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിറങ്ങാനായിട്ട് അവൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവർക്ക് ഞാൻ സാക്ഷ്യങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കേൾക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന പത്രവിതരണമാണ്. വീടുകളിൽ കൂടി കയറി കൊടുക്കും, പള്ളിയിൽ പോകുമ്പം അവിടെയും കൊടുക്കും. പിന്നെ പൊതിച്ചോറ് അവിടെ വീട്ടിൽ വന്ന് മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറുകൾ കൊണ്ടുപോകാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പൊതിച്ചോറ് കൊടുക്കും. പിന്നെയുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം, ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും കഴിയുന്നത്ര സഹായം പറ്റുന്നവർക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. രോഗികളെ പോയി കാണാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. യെശയ്യായുടെ പുസ്തകം 25:4 അങ്ങ് പാവപ്പെട്ടവർക്ക് കൂട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടുംവെയിലിൽ തണലും.
സ്മിത രാജേഷ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഇവരുടെ കുടുംബത്തിന് ലഭിച്ച വിവിധ നന്മകളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരന് ജോലി നഷ്ടപ്പെടുകയും ഏറെ നാൾ വിദേശത്ത് ജോലിയില്ലാതെ ക്ലേശിക്കുകയും ചെയ്തപ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ ഫോറസ്റ്റ് വാർഡനായിട്ടുള്ള ജോലിയിൽ തിരികെ പ്രവേശിക്കുവാനായിട്ട് ഫോറസ്റ്റ് വാച്ചറായിട്ടുള്ള ജോലിയിൽ തിരികെ പ്രവേശിക്കുവാനും അന്ന് വരെ പറഞ്ഞിരുന്ന തടസ്സവാദങ്ങളൊക്കെ മാറിക്കൊണ്ട് ആ ജോലി സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സഹായം പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. അത് ഏതാണ്ട് മുഴുവനായി പിരിച്ചുവിട്ടതും ഇനി തിരികെ എടുക്കുവാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്നതുമായൊരു ജോലിയാണ്. അവിടെയാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയിൽ ശരണപ്പെട്ട് നിയോഗം സമർപ്പിക്കുകയും അതോടൊപ്പം ഉടമ്പടിയുടെ ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് ഇത് അമ്മയ്ക്ക് മാത്രമേ എനിക്കിനി എന്തെങ്കിലും ഈ തൊഴിലിൽ ചെയ്തു തരുവാൻ സാധിക്കുമെന്ന് ആഗ്രഹത്തോടെ ശരണപ്പെട്ട് സമർപ്പിക്കുന്നത്. അത്ഭുതകരമായി മറ്റുള്ളവരെയും ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന വിധത്തിൽ സന്തോഷത്തോടു കൂടി ഈ കുടുംബത്തിനത് അനുഗ്രഹത്തിന് കാരണമായതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, സഹോദരിക്കുണ്ടായിരുന്ന ഒരു ശാരീരികമായ രോഗാവസ്ഥ, അസ്വസ്ഥതയാണത്. സംസാരിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, ചുമയ്ക്കുമ്പോൾ യൂറിൻ പോകുന്ന ഒരു പ്രത്യേകമായ ഒരു ജീവിതാവസ്ഥ. അതൊത്തിരി ബുദ്ധിമുട്ടുകൾ വ്യക്തിക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കുറേ മനക്കേടും ശാരീരികമായ ബുദ്ധിമുട്ടുകളുമൊക്കെ സഹോദരിക്കത് നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇത് അമിതമായി യൂറിൻ പോയ അവസരത്തിലാണ് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് ഉപ്പ് സേവിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് അമ്മ മാതാവിനോട് പറഞ്ഞ് ആ സാന്നിധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ ഈ ഒരു പ്രത്യേകമായ രോഗാവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, അന്നു മുതൽ ഇന്ന് വരെയും പിന്നീട് ഒരിക്കലും എനിക്ക് ആ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വന്നില്ല. നാണക്കേടൊന്നുമില്ലാതെ ആരോഗ്യത്തോടുകൂടി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എപ്പോഴും എനിക്ക് സാധിക്കുകയും ചെയ്യുന്നുവെന്ന്. കുടുംബം ഇത്രയും ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ പ്രത്യേക നന്ദിയോടും സന്തോഷത്തോടും കൂടി അമ്മ മാതാവിന് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധമ്മയുടെ സംരക്ഷണയാൽ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുവാൻ, മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ നന്മ ചെയ്യുവാൻ, കാരുണ്യ പ്രവൃത്തികളിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ഈ കുടുംബത്തിന് ഈ നാളുകളിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിനും കടന്നു പോകുന്നതുമായ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഓരോ കാര്യങ്ങൾക്കും പരിശുദ്ധമ്മയുടെ സംരക്ഷണയാൽ സഹായം ലഭിക്കുന്നതിന് സമയച്ചുരുക്കത്തിൻ്റെ മാതാവ്, ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സഹായിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എല്ലാ നന്മകളെയും പരിശുദ്ധമ്മയുടെ സംരക്ഷണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.